So tell me, will you forget to send me the mail? No way. Sorry. I will do. Sorry. சொல்லு. என்னங்க என்னோட அந்த ஃபேஸ்புக் பாஸ்வேர்ட் ஞாபகம் இருக்கா? நான் ராம்கி സരസു ട്രൈ பண்ணிட்டேன். നിന്റെ പാസ്വേഡ് ഞാനാണോ ഓർത്ത് വെക്കേണ്ടത്? ഇതൊക്കെ നിനക്ക് എവിടെയെങ്കിലും കുറിച്ച് വെച്ചൂടെ? Listen, I've told you 1,000 times ഓഫീസ് ഹൗസിൽ എന്നെ വിളിക്കരുതെന്ന്. വേറൊന്നുമില്ലല്ലോ? All right then. Bye. ഇരുങ്ങ. It's from home. Okay. Okay then. See you. Bye, doctor. Bye. ഡോക്ടർ Morning. ആസിബി പറയടാ. എന്തുവാ? നിന്റെ എക്സ്ക്യൂസ് അല്ല എൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? നീ വരില്ലെന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് ആകെ സങ്കടം. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒരു 100 ചോദ്യങ്ങളും. നിന്നെയൊക്കെ തന്തയ്ക്ക് വിളിക്കാതെ പിന്നെ എന്ത് ചെയ്യണം? നിന്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഏക ഭാര്യയുടെ പേര് നിനക്ക് ഓർമ്മയില്ല? ഗൗരി. ഗൗരി ഗൗളി അല്ലടാ, ഗൗരി. ഓ, നിന്നെയൊക്കെ മലയാളം പഠിപ്പിച്ചു എന്നെ തല്ലണം. നീ ചൂടോടെ പോയൊരു പട്ടൊരു കോഫി പോട്, അത് കുടിക്കാനാ ഞാനിന്ന് പോകുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ നിന്റെ ട്രിപ്പ് മുടങ്ങണമെന്ന് ഞാനത് പ്രാർത്ഥിച്ചു. എടി ദ്രോഹി, വർഷത്തിലൊരിക്കലത്തെ എൻ്റെ ട്രിപ്പിനിട്ട് തന്നെ നീ പണിയണമേ. ഉനക്ക് தெரியாது ശ്രുതി, നീ ഇടയ്ക്ക് വരുന്നതാ എനിക്കുള്ളൊരു ആശ്വാസം. ഈ വീട്ടിനകത്ത് അടിച്ചിരുന്ന് എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. സത്യത്തിൽ എനിക്ക് 1 വർഷം കൂടി തള്ളി നീക്കി എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതിയെന്നായി. പക്ഷെ ഇപ്പോൾ രാമും കുട്ടിയൊക്കെ തിരിച്ചു പോകണ്ടെന്ന് சொல்றாங்க. എടി നിന്റെ ഈ മെന്റൽ ബ്ലോക്ക് എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടാവുന്ന ഫ്രഷ് ഔട്ട് ഓഫ് ദ ബോട്ട് ഫേസാ. എടി മോളെ, ഈ നാട്ടിലോട്ട് തിരിച്ചു പോക്ക് സ്വപ്നം എത്ര പെട്ടെന്ന് നീ എടുത്ത് ബിന്നി കളയോ അത്രയും നിനക്ക് കൊള്ളാം. അതിന് മാത്രമേ ഈ നാട്ടിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നുമില്ലെങ്കിലും വളർത്തമ്മ വന്നേ പെറ്റമ്മ പോലെ ആവോ? ഒരു വളർത്തമ്മയും പെറ്റമ്മയും. നമ്മുടെ ഷാഫി എങ്ങോട്ട് പോയെന്നാ പറഞ്ഞേ? വാട്ടർഫോർഡ്. ഓ, വാറ്റ്ഫോർഡിലേക്കായിരിക്കും. ആ അത് തന്നെ, നല്ല രസമുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ നോക്കി നടത്തുന്നത്. ഓണർ നാട്ടിൽ വേറെ എവിടെയാണ്. ഹോട്ടലിൻ്റെ തൊട്ടുപുറകെ തന്നെ അവൻ താമസം. ഈ വേസ്റ്റ് ഒന്നും ഇതുവരെ എടുത്ത് കളഞ്ഞില്ലേ? ഇൻസ്പെക്ടർമാർ ചെക്ക് ചെയ്യാൻ വരുമ്പോഴേ ഇത് മാത്രം മതി ലൈസൻസ് പോകാൻ. ഒന്ന് പെട്ടെന്ന് ആവട്ടോ. ആ സിജുവേ, ആ ബഫയ്ക്കുള്ളതെല്ലാം ഓക്കെ അല്ലേ? ആ എന്താടോ അത് പോലീസ്. ഓ, ഇയാളെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എടോ, താൻ ഈ നാട്ടിൽ വന്നിട്ട് വല്ല കൊലപാതകം ചെയ്തിട്ടുണ്ടോ? ഇല്ല. തൻ്റെ പേര് മുഹമ്മദ് എന്നോ ബില്ലാടൊന്നാണോ? പിന്നെ താൻ എന്തിനുണ്ടോ ഈ പോലീസിനെ പേടിക്കണത്? എടോ, ഈ ലണ്ടൻ നഗരത്തിലെ പകുതി ജനത നിന്നെ പോലെയാ, ഇല്ലീഗലാ. ഇവന്മാരെയൊക്കെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർക്ക് പിന്നെ അതിനെ സമയം കാണൂ. നല്ല അറിഞ്ഞോണ്ടൊരു കുടുക്കി ചാടണ്ടല്ലോ. ഓ, ചില നേരത്തെ ഇയാളെ സ്വഭാവം ഉണ്ടല്ലോ. എടോ, ഇത്ര ധൈര്യമില്ലെങ്കിൽ താൻ എന്തിനാ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് മുങ്ങാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ചേടാ, എല്ലാ കുറിച്ചും കറങ്ങി തിരിഞ്ഞ് കറക്റ്റായി എൻ്റെ മുതുകത്ത് തന്നെ വരുമല്ലോ. ആ വേസ്റ്റ് നീ അകത്ത് പോയി ചിക്കൻ. ആ പിന്നെ ഇന്ന് വൈകിട്ട് 2-3 ഡെലിവറി ഉണ്ട്. സിജുവിന് എങ്ങാണ്ട് പോകണം, താൻ വരണം. അല്ല, ഡെലിവറി ഞാൻ ഇത് ആ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണത്.